എൻ്റെ പേര് മരിയ. എൻ്റെ ആൻറ്റി സിജു പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേരുന്നതും ബൈബിൾ വായിക്കുന്നതും. എന്നെ സ്പർശിച്ച വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായത്തിൽ 2 വാക്യമാണ്. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. അപ്പോൾ ഈ വചനം എനിക്ക് ഭയങ്കര അഭിഷേകമായിരുന്നു. ഞാനിങ്ങനെ ഡൗട്ട് ചെയ്യുമായിരുന്നു, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിനൊരു ഉത്തരമാണ് എനിക്ക് ഈ വചനത്തിലൂടെ ഈശോ തന്നത്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു. അവിടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈശോ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കണമെന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാളുകളായിട്ട് അതിനുവേണ്ടി ഒരുങ്ങുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സിസ്റ്റേഴ്സിനെ കാണുമ്പോഴാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാനും ഒരു മനസ്സുകൊണ്ട് അങ്ങനെ ഒരു വിളിയില്ലാന്നും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിന് ഉത്തരം എന്നോണം എനിക്ക് സഭാപ്രസംഗം 4 അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. പിന്നെ അതിങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. അപ്പോൾ അത് ഈശോ ഒരു ഉത്തരം എന്നാണ് പറയണത്. ഇനി കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, നീ കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഈശോ ഒരു വലിയ ഉറപ്പ് വചനത്തിലൂടെ എനിക്ക് തന്നു. അപ്പം ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോ അതുപോലെ തന്നെ സഭാപ്രസംഗങ്ങൾ 3 അധ്യായത്തിലും ഈശോ പറയുന്നു, ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പോൾ ഈശോ എന്നോട് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ്. അതുപോലെ ഈശോനെ ശാസിക്കുകയും ചെയ്തിരുന്നു വചനത്തിലൂടെ. ഫരിസേരും നിയമജ്ഞരെയും പോലെ പുറമേ ഇങ്ങനെ നന്നാക്കി നടക്കാതെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളതും ഈശോ വചനത്തിലൂടെ പറഞ്ഞു. ഈശോ അണലി സന്തതികളെയും വെള്ളയടിച്ച കുഴിമാടങ്ങളെയും ഒക്കെ എന്നെ നോക്കി വിളിക്കുമ്പോഴും അത് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇനി കൂടുതൽ ഈശോടൊപ്പം ഇരുന്ന് എന്നിൽ അകത്തുള്ള കറകൾ കഴുകാനായിട്ട് കുമ്പസാരത്തിലൂടെയൊക്കെ ഈശോ എന്നെ സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും, എൻ്റെ ആൻറ്റിക്കും, അതുപോലെ ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും നന്ദി പറയുന്നു. സർവോപരി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ആമേൻ.